അപ്പോൾ നമ്മളൊരു കിടിലൻ മഞ്ഞ ചുരിദാർ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സ്കിൻ പ്രിപ്പയർ ചെയ്യണം. ആസ് യൂഷ്വൽ എന്നത്തെ പോലെ തന്നെ സ്കിൻ പ്രിപ്പയർ ചെയ്യണം. ടോണർ, ദെൻ എംബറൈസ്, മോയ്സ്ചറൈസർ ഇതൊക്കെ ഇട്ട് നമ്മുടെ സ്കിന്നിനെ മിനുമിനാന്നാക്കുവാണ്. എന്നാലല്ലേ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റൂ. ഇത് ചില്ലറ കളിയാണ്. അപ്പം നമ്മുടെ സ്കിന്നിനെ നല്ല പ്രിപ്പയറൊക്കെ ചെയ്ത് പ്രൈമറൊക്കെ യൂസ് ചെയ്ത് നല്ല മിനുമിനാന്നാക്കുന്ന പരിപാടിയാണ്. ദെൻ നമുക്ക് മൊത്തം മാറ്റണ്ടേ, അടിമുടി മാറ്റണ്ടേ. ഇനി അടുത്തായിട്ട് മാക്കിൻ്റെ പ്രിപ്പയർ പ്രൈമാണ്. അതില്ലാതൊരു മേക്കപ്പിനെ പറ്റി ചിന്തിക്കാൻ പോലും മേലെന്നേ. ഇനി അടുത്തായിട്ട് മാക്കിൻ്റെ കറക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ഓറഞ്ച് കറക്ടറൊക്കെ മതിയാവും. അത്യാവശ്യം ഫെയർ സ്കിൻ ആയതുകൊണ്ട് അത് മതിയാവും. ഇനി അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം. ഈ സ്പോഞ്ച് ഇല്ലായിരുന്നു എന്നെ ചെയ്താൽ ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാണോ എന്തോ. എനിവേ അടുത്തായിട്ട് നമ്മളിത് ടാർട്ടയുടെ കൺസീലർ വെച്ച് കണ്ണിൻ്റെ മേളിൽ അങ്ങ് ഒരു ചെറിയ രീതിയിൽ പുട്ടിയിട്ട് കൊടുക്കുവാന്നേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഷാഡോ ഇടണ്ടേ. പിന്നെ അല്ലാണ്ട് ഇത് അനസ്താഷ്യ സോഫ്റ്റ് ഗ്ലാം പാലറ്റിലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മേളിലായിട്ട് ആ ഒരു ബ്രൗണിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കൂട്ടി വരണം. അതിനകത്തൊരു 3-4 കളർ ബ്രൗൺ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് കഴിഞ്ഞ് ഇട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇടുമ്പോൾ ഒരുപാട് ബ്രൈറ്റായി പോകരുത്. നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടി വരണം. അയ്യോ, ഇനി അടുത്ത പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനാ വായൊക്കെ കാണിക്കുന്നത്. ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂഡ ബ്യൂട്ടി റോസ് ഗോൾഡ് പാലറ്റിലെ ഒരു കളറാണ്, ബ്ലഷ്ഡ് എന്ന് പറയുന്ന കളറാണ്. അത് നല്ലൊരു ഒരു ആൻറ്റിക് കളറാണ്, നല്ലൊരു കളറാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ ഫിംഗേഴ്സ് വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കും. ദെൻ ബ്രഷ് വെച്ച് നമ്മൾ ആ ബ്രൗണും ഗോൾഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. വളരെ സിമ്പിളാന്നേ. നമ്മൾ ഇടുമ്പോൾ ഒരുപാട് വാരിക്കോരിയൊന്നും ഇടരുത് കേട്ടോ. നമ്മൾ മിനിമലായിട്ട് ഇട്ടിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിയാണ് വരേണ്ടത്. മേക്കപ്പിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ് ഏറ്റവും വലിയൊരു തിയറിയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മളിത് ആ കണ്ണിൻ്റെ ഐലൈനർ എഴുതുന്ന പോർഷനില്ലേ, അവിടെ കുറച്ച് ലൈറ്റ് ബ്രൗൺ കളറും അതുപോലെ ബ്ലാക്ക് കാജൽ, മാക്കിൻ്റെ ബ്ലാക്ക് കാജലെല്ലാം വെച്ചിട്ടൊരു സ്മോക്കി ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ദെൻ നാഴ്സിൻ്റെ ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ കളറിനേക്കാളും ഒരു കളർ ബ്രൈറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത് നമ്മൾ എയർ ബ്രഷാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എയർ ബ്രഷ് നമ്മൾ ടെംപ്റ്റ്യൂൻ്റെ ഒരു ഷെയ്ഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സ്കിന്നിൻ്റെ ആ ഒരു അതേ ഷെയ്ഡാണ്, അധികം ബ്രൈറ്റ് ഷെയ്ഡല്ല. അത് ലൈറ്റായിട്ടാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അധികം ഒന്നും ഇടുന്നില്ല കേട്ടോ. നമ്മൾ ബ്രൈറ്റ്സിനൊന്നും ചെയ്യുന്ന പോലെയല്ല, വളരെ ലൈറ്റായിട്ട് മിനിമലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടു എന്നൊരു പേര് മാത്രം. പിന്നെ ഹെയറൊക്കെ കവർ ചെയ്ത് പിടിച്ചിട്ട് വേണം ശരിക്കും ഇത് ഇടാനായിട്ട്, അല്ലെങ്കിൽ മുടിയും കൂടെ വെളുത്തിരിക്കും കേട്ടോ. ഭയങ്കര പണിയാണത്. പിന്നെ അങ്ങനെ അത് നമ്മുടെ മുഖത്ത് കുത്തിക്കൊള്ളുന്നൊരു ഫീലുണ്ട് കേട്ടോ. അത് രസമാണ്. ചിലർക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്തായാലും ഇഷ്ടമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. എയർ ബ്രഷിൻ്റെ ബ്ലഷ് ഇട്ടതാണ് മക്കളെ. അത് മുഖത്തൊക്കെ അങ്ങ് എടുത്ത് നിൽക്കും. ഇപ്പോഴത്തെ ക്യാമറ കാണുന്ന പോലെയല്ല, നേരി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിൽക്കും, ലോങ് ലാസ്റ്റ് ചെയ്യും, നല്ല ലാസ്റ്റിംഗ് ആണ്. രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ അങ്ങനെ നിന്നോളും. പിന്നെ പാക്കിൻ്റെ ഐബ്രോ ജെല്ല് വെച്ചിട്ട് നമ്മളിത് ഐബ്രോസ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ്. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ മൈഗ്ലാമിൻ്റെ ഐ പെൻസിൽ വെച്ച് നമ്മൾ കണ്ണിൻ്റെ ആ വാട്ടർ ലൈൻ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഐ ഷാഡോ ഇട്ട് ബ്രൗൺ കളർ ഇട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം ഐ പെൻസിൽ വെച്ച് നമ്മൾ കണ്ണ് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. നല്ല ഇൻറ്റൻസ് ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ ഐ മേക്കപ്പ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം തുടയ്ക്കുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ എല്ലാം കൊളാൻ ചാൻസ് ഉണ്ട്. സോ വളരെ ശ്രദ്ധിച്ചിടുക. ഇനി കളർ ബാറിൻ്റെ ഐലാഷ് കളർ വെച്ചിട്ട് നമ്മൾ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നു. കാരണം നമ്മൾ ഇത് മസ്കാര ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബെനഫിറ്റിൻ്റെ മസ്കാരയാണ്. ഇത് ഭയങ്കര അടിപൊളി മസ്കാരയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വരും. കണ്ടോ, എൻ്റെ കൺമീലിയൊക്കെ വിടർന്ന് നിൽക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ ബെനഫിറ്റിൻ്റെ ബാഡ് ഗേൾ മസ്കാരയാണിത്. കണ്ണിൻ്റെ അടിയിലും കണ്ടോ എഴുതി കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത മാക്കിൻ്റെ ലിപ് പ്രൈമർ യൂസ് ചെയ്യുന്നത് ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ലിപ് ഷെയ്ഡാണ്. ബ്യൂട്ടിയുടെ പേ ഡേ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്, വളരെ മിനിമൽ ഷെയ്ഡാണ്. ദെൻ നമ്മൾ ഹ്യൂഡ ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ചാർലറ്റ് ടിൽബുറിയുടെ എയർ ബ്രഷ് സ്പ്രേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഗ്ലോ ആട്ടോ ഈ സാധനത്തിന്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നാച്ചുറൽ ഗ്ലോ ആണ്. കണ്ടോ ഫേസ് കണ്ടോ, നമ്മുടെ ക്യാമറയിൽ അത് എത്രത്തോളം വന്നു എന്ന് എനിക്കറിയില്ല. ദെൻ എന്നാലും നല്ല ഫിനിഷിംഗ് ആയിരുന്നു. മാക്കിൻ്റെ ഗ്ലോ പാലറ്റിലെ 2 ഹൈലൈറ്റർ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ടേക്കുന്നത്. വാവ്, ഭയങ്കര ഗ്ലോ ആണ്. ഇനി നമുക്ക് ലിബ്രയുടെ ഒരു പെർഫ്യൂം അടിച്ച് റെഡിയായി പോവാം. ഗെറ്റ് റെഡി വിത്ത് മീ ഗൈസ്.
എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ആ മഞ്ഞ ചുരിദാറും മഞ്ഞ കമ്മലും എല്ലാം ഫുള്ളായിട്ട് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഗായ്സ്. എനിക്കത് മൊത്തത്തിൽ കാണിക്കാൻ ഉള്ളൊരു ഓപ്ഷനില്ല, ആരെങ്കിലും ഷൂട്ട് ചെയ്ത് തന്നാലേ പറ്റത്തുള്ളൂ. പാതിരാത്രിയിലാണ് ഈ വീഡിയോ പിടിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ലുക്ക്? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.